ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ട ഹാജിമാരുടെ മടക്കയാത്ര പൂർത്തിയായി. തിരികെ എത്തിയ ഹാജിമാർക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. 83 ഹജ്ജ് തീർത്ഥാടകരാണ് അവസാന മടക്കയാത്ര വിമാനത്തിലെത്തിയത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട ഹാജിമാരുടെ മടക്കയാത്രയാണ് പൂർത്തിയായത്. കഴിഞ്ഞ ദിവസം അവസാന മടക്കയാത്ര വിമാനത്തിലെത്തിയ 83 ഹജ്ജ് തീർത്ഥാടകരെ ഹജ്ജ് കമ്മിറ്റി മെമ്പറും നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് കോർഡിനേറ്ററുമായ എ സഫർ ഖയാൽ, സിയാൽ ഡയറക്ടർ മനു എസ്, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുസമ്മിൽ ഹാജി, ഹജ്ജ് ക്യാമ്പ് കോർഡിനേറ്റർ ടി.കെ. സലീം, ടി. മുസ്തഫ, N.P. ഷാജഹാൻ അൻസാരി, ഹജ്ജ് സെൽ ഓഫീസർമാർ, വളണ്ടിയർമാർ എന്നിവർ സ്വീകരിച്ചു. എല്ലാ സൗകര്യങ്ങളും കൊച്ചി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതലക്കാർ സ്നേഹപൂർവ്വമാണ് നമ്മളോട് തുടക്കം മുതൽ ഇന്നിപ്പോൾ ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്ന സമയം വരെ നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. തിരികെ എത്തിയ ഹാജിമാർക്ക് ഊഷ്മള സ്വീകരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും 4478 ഹാജിമാരാണ് യാത്രയായത്. ഇതിൽ 10 പേർ മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ചിലർ ജോലി ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്കും പോയി. ബാക്കി എല്ലാ ഹാജിമാരും തിരിച്ചെത്തിയതായി ഹജ്ജ് കമ്മിറ്റി അംഗം സഫർ ഖയാൽ പറഞ്ഞു. 16 വിമാനങ്ങളിലായി 11 ദിവസങ്ങളിലായിട്ടാണ് ഹാജിമാരുടെ മടക്കയാത്ര പൂർത്തിയായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജീവിതത്തിലെ വളരെയധികം കാത്തിരിപ്പിന് ശേഷമാണ്, വളരെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഹജ്ജ് ഈ പ്രാവശ്യം കിട്ടിയത്. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ ഒരു ഈശ്വരൻ്റെ പടച്ചവൻ്റെ ഒരു കൃപാകടാക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാടും വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.